doubt creep in. Gotta pop a couple more aspirin. I don't think I'll ever let you in. Easier to break it off best friends. I don't really understand myself. I don't really understand, need help. I don't wanna. ഒരു അടിപൊളി വാട്സപ്പ് സ്റ്റാറ്റസ് പബ്ജി വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനുവേണ്ടി ഗൂഗിൾ ഓപ്പൺ ചെയ്ത് പബ്ജിയുടെ ഒരു ഫോട്ടോ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേണ്ട ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം ആ ഫോട്ടോയുടെ മുകളിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ നമുക്ക് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കാണാം. അങ്ങനെ ഡൗൺലോഡ് ചെയ്യാം. അല്ലെങ്കിൽ ആ ഫോട്ടോ ഓപ്പൺ ആക്കി അതിന് താഴെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും. അങ്ങനെയും നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഫോട്ടോ ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായിട്ട് കൈൻമാസ്റ്റർ ഓപ്പൺ ആക്കാം. അതിൽ റേഷ്യോ 1.1 സെറ്റ് ആക്കുക. ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, അത് അതുപോലെ സെറ്റ് ആക്കുക. അതിനുശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഫോട്ടോ കൈൻമാസ്റ്റർ ആപ്ലിക്കേഷനിലേക്ക് ഓപ്പൺ ആക്കുക. ഫോട്ടോ ആഡ് ആക്കാൻ വേണ്ടി മീഡിയ ആണ് സെലക്ട് ചെയ്യുക. ഞാനത് പറയാൻ വിട്ടുപോയി. മീഡിയ ആണ് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ ഫോട്ടോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് എത്രത്തോളം ലെങ്ത്ത് വേണം എന്നുള്ളത് നിശ്ചയിക്കാം. ഞാനിതിൽ 30 സെക്കൻഡാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ എത്രയാണെന്ന് വെച്ചാൽ ലെങ്ത്ത് സെറ്റ് ചെയ്യാവുന്നതാണ്. ശേഷം ലെയറിൽ ക്രോപ്പ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതിൽ സ്ക്രീൻ മുഴുവനായിട്ട് സെറ്റ് ചെയ്യുക. താഴെ എൻഡ് പൊസിഷനിൽ = എന്നുള്ളത് ടിക്ക് ചെയ്യുക. പിന്നീട് വീണ്ടും ലെയർ എടുക്കുക. അതിൽ മീഡിയ സെലക്ട് ചെയ്ത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ടെംപ്ലേറ്റ് അതിലേക്ക് ആഡ് ആക്കുക. പിന്നീട് ടെംപ്ലേറ്റിൽ ക്ലിക്ക് ചെയ്ത് സ്പ്ലിറ്റ് സ്ക്രീനിൽ അതിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് മുഴുവനായിട്ട് വരുന്നത് സെലക്ട് ചെയ്യുക. അപ്പോൾ ആ ടെംപ്ലേറ്റ് നമ്മുടെ പിക്ചറിനനുസൃതമായിട്ട് സെറ്റാവുന്നതാണ്. ശേഷം നമ്മുടെ പിക്ചറും ഈ പബ്ജി ലോഗോയും ഒരുമിച്ച് വരുന്നതിനായി ബ്ലെൻഡിങ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. അത് ഓപ്പൺ ആക്കി സ്ക്രീൻ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോട്ടോയ്ക്ക് മുകളിലായി പബ്ജി ലോഗോ വരുന്നതായിട്ട് കാണാം. അതിനുശേഷം നിങ്ങൾക്ക് ഫോട്ടോയിൽ എന്തെങ്കിലും ചേഞ്ചിങ് വരുത്തണമെന്നുണ്ടെങ്കിൽ അത് വരുത്താവുന്നതാണ്. അതിൽ കളറോ അല്ലെങ്കിൽ ബ്രൈറ്റ്നസ്സോ അങ്ങനെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ അതിൻ്റെ ഫ്രെയിം സെറ്റ് ആക്കേണ്ടതാണ്. അത് ഫ്രെയിമും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡൗൺലോഡ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ഫ്രെയിം മീഡിയയിൽ പോയി സെലക്ട് ചെയ്യുക. അതിന് നമ്മുടെ ഫോട്ടോക്ക് അനുസൃതമായിട്ട് ആ ഒരു ഫ്രെയിം സെറ്റ് ചെയ്യുക. അതിനുശേഷം ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. കറക്റ്റായിട്ടാണ് നമ്മൾ ചെയ്തതെല്ലാം കറക്റ്റായിട്ടാണോ വർക്ക് ചെയ്യുന്നത് എന്ന് ചെക്ക് ചെയ്യുക. ശേഷം നമുക്ക് ഇതിനനുസൃതമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് സെറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം. അതിനുവേണ്ടി യൂട്യൂബ് എടുക്കുക. യൂട്യൂബിൽ പബ്ജി സോങ് എന്നുള്ളത് ഞാൻ ടൈപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾ നോക്കി ടൈപ്പ് ചെയ്യുക. ശേഷം വരുന്ന സ്ക്രീനിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സോങ് ഏതിലാണോ ഉള്ളത് അത് ഓപ്പൺ ആക്കുക. അത് ഓപ്പൺ ആക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. ബെറ്ററായിട്ടാണ് തോന്നുന്നതെങ്കിൽ ആ ഒരു ലിങ്കിനെ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വീഡിയോ മാത്രമേ കിട്ടുള്ളൂ. നമുക്കിതിന് ആവശ്യം MP3 ആണ്. അതുകൊണ്ട് ആ ലിങ്ക് നമുക്ക് വിഡ്മാറ്റിലേക്ക് കൊണ്ടുവരാം. വിഡ്മാറ്റ് ഇല്ലാത്തവർ വിഡ്മാറ്റ് ഡൗൺലോഡ് ചെയ്യുക. ശേഷം ആ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നമ്മുടെ ഏതെങ്കിലും ഒരു
ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് കോണ്ടാക്റ്റിലേക്കോ ആ ഒരു ലിങ്ക് ഷെയർ ചെയ്യുക. ആ ഷെയർ ചെയ്ത ലിങ്കിനെ അവിടെ നിന്ന് കോപ്പി എടുത്ത് അതിനെ നേരെ വിഡ്മാറ്റിലേക്ക് കൊണ്ടുവരിക. വിഡ്മാറ്റ് ഓപ്പൺ ആയതിനു ശേഷം സെർച്ച് ULR എന്നുള്ളിടത്ത് അത് പേസ്റ്റ് ചെയ്യുക. അങ്ങനെ പേസ്റ്റ് ചെയ്ത് അതിനെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ സെയിം വീഡിയോ ഇവിടെ വരുന്നതായിട്ട് കാണാം. അതിനുശേഷം ഞാൻ മാർക്ക് ചെയ്ത ആ ഡൗൺലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം. വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ MP3 ആയിട്ടോ നമുക്ക് ആ ഒരു ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. നമുക്കിപ്പോൾ ഇവിടെ MP3 ആണ് ആവശ്യം. അതുകൊണ്ട് മുകളിൽ MP3 എന്നുള്ളത് ടിക്ക് ചെയ്ത് ജസ്റ്റ് ഡൗൺലോഡ് കൊടുക്കുക. ഇപ്പോൾ അത് ഡൗൺലോഡ് ആകുന്നുണ്ട്. അത് ഡൗൺലോഡ് ആയതിനു ശേഷം ഈ ഒരു MP3യെ നമുക്ക് കൈൻമാസ്റ്ററിലേക്ക് കൊണ്ടുവരാം. ഈസിയാണ്. നിങ്ങളൊന്ന് ജസ്റ്റ് എൻ്റെ വീഡിയോ നന്നായിട്ട് വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ നമുക്ക് എന്ത് വേണമെങ്കിലും ഇതുപോലെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പം നമ്മൾ ഡൗൺലോഡ് ചെയ്ത സോങ് ഇവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് അത് പ്ലസ് എന്നുള്ള ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇമേജിൻ്റെ താഴെയായിട്ട് അത് ലോഡാവുന്നതാണ്. അതിനുശേഷം പെർഫെക്റ്റ് ആണോന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കും. Gotta pop a couple more aspirin. I don't think I'll ever let you in. Easier to break it off best friends. I don't really understand myself. I don't really understand, need help. പിന്നീട് നമ്മൾ പ്ലേ ചെയ്തതിന് ശേഷം ഓക്കെ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെ എക്സ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തുക. ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു.